ഇന്ന് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചേമ്പിൻ്റെ ഇല കൊണ്ടൊരു ഡിഷാണ്. ഇത് നോർത്തിലൊക്കെ ഉണ്ടാക്കുന്ന ഡിഷാണ്. അതിന് ആലുവടി എന്നാണ് അവർ പറയുക. നമ്മുടെ നാട്ടിലുണ്ടാക്കുന്നുണ്ടോയെന്ന് അറിയില്ല, എവിടെയും കണ്ടിട്ടൊന്നുമില്ല, ഹോട്ടലിലൊന്നും കിട്ടിയിട്ടില്ല. ഈ നോയമ്പൊക്കെ കാലത്ത് നോൺ കഴിക്കേണ്ടവർക്ക് അതിന് പറ്റാതെ വരുമ്പോൾ അതിന് പറ്റിയൊരു ഡിഷാണത്. ഒരു മീനിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ട് അത്. അപ്പോൾ മീൻ വറുത്ത പോലെ ഇരിക്കും കണ്ടാൽ. അപ്പം അതിന് വേണ്ടി നമുക്ക് ചേമ്പിൻ്റെ ഇല, ഈ ചേമ്പിൻ്റെ ഇലയാണ്. അതിപ്പോൾ ഏത് ചേമ്പിൻ്റെ ഇലയായാലും ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാനിവിടെ വീട്ടിൽ കുഴിച്ച് നട്ടിട്ട് വളർത്തുന്ന ചേമ്പാണ്. അതിൻ്റെ ഇല ഉണ്ടോ. നാടൻ ചേമ്പായാലും ചെറിയ ചേമ്പായാലും താള് അതിൻ്റെ ഇലയ്ക്ക് ആയാലും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ഇല നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ ഞരമ്പൊക്കെ ചെത്തി കളയണം. എന്നിട്ട് പുളി തേച്ച് വയ്ക്കണം. കുറച്ച് ചൊറിയാണ്ടിരിക്കാനാണ് കേട്ടോ പുളി. ഇങ്ങനെ ഈ ഞരമ്പുമ്മൊക്കെ പുളി തേച്ച് വയ്ക്കുക. ചേമ്പിൻ്റെ ഇലയുടെ ഞരമ്പുമൊക്കെ പുളി തേക്കണം. അപ്പോൾ അതൊരു 2 or 3 ഇല ഒരുമിച്ച് വയ്ക്കാം. ഇത് ഇല കീറിപ്പോയി, എൻ്റെ ഇല കീറി, അതാണ്. ഇപ്പോൾ ഇല ചെത്തിയപ്പോൾ കീറിപ്പോയി, അങ്ങോട്ട് എടുക്കുമ്പോൾ കീറിപ്പോണതാണ്. ഞാൻ 3 ഇല വെച്ചിട്ടുണ്ട്. ഇല ആക്കി വെച്ചു. എന്നിട്ട് ഓരോന്നിൻ്റെയും ഞരമ്പ് ചെത്തിയിട്ട് അതിന്മേ പുളി തേച്ച് വെക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് കടലമാവ്, എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി, ഉപ്പ്, ചെറിയൊരു കഷ്ണം ശർക്കര. ഇത് മധുരം ടേസ്റ്റ് പാകാവാൻ വേണ്ടിയിട്ട് ഉപ്പ്, പുളി, മധുരം, എരിവ്, ഈ എല്ലാ ടേസ്റ്റും കൂടി ഒന്നാവണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ചേർത്ത് മിക്സാക്കിയിട്ട് കുറച്ചൊരു പേസ്റ്റ് രൂപത്തിലാവണം. പുളി ചേർത്തു. കുറച്ച് വെള്ളം കൂടി ചേർക്കുക. എന്നിട്ടൊരു കുഴമ്പ് രൂപത്തിൽ ഈ രൂപത്തിലായിട്ടുണ്ട്. ഇങ്ങനെ ഇനി അത് ഈ ചേമ്പിൻ്റെ ഇലയിൽ പരത്തണം. അപ്പോൾ ചേമ്പിൻ്റെ ഇല ഷേപ്പ് ആവാൻ വേണ്ടിയിട്ട് 2 സൈഡൊന്നും ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ പരത്തി കൊടുക്കണം.
ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഈ തുമ്പൊന്ന് അങ്ങോട്ട് മടക്കി വയ്ക്കാം. ഇതും സൈഡും ഒന്ന് മടക്കുന്നുണ്ട് കുറച്ച്. അങ്ങനെ മടക്കാം. ഈ സൈഡും മടക്കുക. അങ്ങനെ മടക്കിയിട്ട് ചുരുട്ടണം. എന്നിട്ട് ഇങ്ങനെ ചുരുട്ടി കൊണ്ടുവരണം. അപ്പോൾ ഇതുപോലെ മടക്കി കെട്ടിയിട്ടുണ്ട്. രണ്ട് സൈഡും ഉള്ളിലേക്ക് മടക്കി വെച്ചു. തുമ്പ് ഭാഗം ഉള്ളിലേക്ക് മടക്കി തെറുത്ത് കെട്ടി വെച്ചു. കണ്ടോ? ഇട്ട് ഇങ്ങനെ ഇരിക്കും. ഇനി അത് ഒരു അപ്പച്ചമ്പിൽ വെച്ചിട്ട് ആവി കയറ്റണം. ആവി കയറ്റി വേവണം നന്നായിട്ട്. ഇനി വെന്ത് കഴിഞ്ഞിട്ട് കാണാം. ഇനി കുറച്ച് പെരുംജീരകം, 1 സ്പൂണ് പെരുംജീരകം, ഉപ്പ്, മുളക് പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ, എല്ലാം കൂടി ഒന്ന് അടിച്ച് പേസ്റ്റാക്കി വയ്ക്കണം. ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രൂപത്തിലിരിക്കും. ഇനി ഈ ചരട് മുറിച്ചെടുക്കണം. കത്തര ചരട് മുറിച്ചിട്ട് ഇനി ഓരോ കഷ്ണം മീൻ അരിയുന്ന പോലെ പാകത്തിനുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ ഇത് ഞാൻ ഒറ്റയ്ക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്. ക്യാമറ പിടിക്കാനും മൊബൈൽ പിടിക്കാനൊന്നും കൂടെ ആളില്ല. കാരണം കൊണ്ട് എൻ്റെ 2 കൈകളും ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ മുറിച്ചിട്ട് കാണിച്ചു തരാം. മുറിച്ച് പാകമുള്ള കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് അതിലേക്ക് പേസ്റ്റാക്കി വെച്ചിട്ടുള്ള മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്, പുളി ആയിട്ടുള്ള പേസ്റ്റ് അതിലൊന്ന് ചേർത്ത് ചെറുതായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. ആക്കിയിട്ട് മീൻ വറക്കണ പോലെ തവയിൽ എണ്ണ ചൂടാക്കിയതിൽ വയ്ക്കാം. ഇതൊന്ന് മുക്കിട്ടാൽ മതി. പരട്ടി വെച്ചാൽ ഉടഞ്ഞു പോവും. ഇത് ഇല ഇടയിലുള്ള കാരണം കൊണ്ട് ഉടഞ്ഞു പോവും. അപ്പോൾ അത് മെല്ലെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഒട്ടും എണ്ണയില്ലാതെ വേവിക്കണമെങ്കിൽ എയർ ഫ്രയറുണ്ട്. അതിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഇത് വയ്ക്കാം. അതിൽ
3 മിനിറ്റാണ്, ഇപ്പോൾ 2 മിനിറ്റായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ തനിയെ ഓഫാവും. എയർ ഫ്രയർ തുറന്ന് നോക്കാം. ഇനി അത് മറിച്ചിടാനും വേണം ഇത്ര നേരം. 3 മിനിറ്റ് മറിച്ചിടാം. എണ്ണ കുറവായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഇതിൽ ഇങ്ങനെ ആക്കാം. ഇമ്പെക്സിൻ്റെ ആണ് ഇത്. വാങ്ങിയിട്ട് അധികമായിട്ടില്ല. എണ്ണ കുറവ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, വറവൊക്കെ ഇങ്ങനെ ആക്കി കഴിക്കാം. രോഗികൾക്കൊക്കെ, എണ്ണ ഉപയോഗിക്കാൻ പാടില്ലാത്തവർക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. മീനില്ലാതെ വറുത്ത മീൻ, അതായത് വെജിറ്റബിൾ ഫിഷ് വറുത്തത്. ഇത് എയർ ഫ്രയറിൽ വറുത്തെടുത്തതാണ്. തീരെ എണ്ണയില്ലാണ്ട് വറുത്തിട്ടുള്ളതാണ്. 5 മിനിറ്റ് എടുത്തു മറിച്ചിടാനും ഒരിക്കൽ. 5 മിനിറ്റ് ഒരു വശം വേവിത് രണ്ടാമത്തെ ഭാഗം വേവിക്കാനും 5 മിനിറ്റ് എടുത്തു. എങ്ങനെയുണ്ട് മീൻ വറുത്തത്? നമ്മൾ പച്ചക്കറി കൊണ്ട്, കടലമാവ് കൊണ്ട് മീനുണ്ടാക്കി വറുത്തെടുത്ത മീൻ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യണം. താങ്ക് യു.